ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد. اللهم بارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യക്തിപരമായ, സാമൂഹികപരമായ, കുടുംബപരമായ, അങ്ങനെ എല്ലാ തരത്തിലും സാമ്പത്തിക ഇടപാടിൽ, ആരാധനാ കർമ്മങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും കൃത്യമായ സൂക്ഷ്മത, തഖ്വ, ശ്രദ്ധ, ബോധം ഉണ്ടാവണമെന്ന് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാരെയും സ്നേഹപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന് തൃപ്തിപ്പെട്ട, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട യഥാർത്ഥ മനുഷ്യന്മാരിൽ, സത്യവിശ്വാസികളിൽ പടച്ചതമ്പുരാൻ അങ്ങനെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു തെരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ ഹൃദയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അവയവമാണ്. ഹൃദയത്തെക്കുറിച്ചും
നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും ബ്ലഡ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, പമ്പ് ചെയ്യുന്നത്. ഒരു മിനിറ്റിൽ 72 മുതൽ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 73 തവണ 72 തവണയൊക്കെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വ്യക്തികളുടെ ആരോഗ്യമനുസരിച്ച് കൂടുതലും കുറവുണ്ടാവാം. മനസ്സും ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനസ്സ് എവിടെയാണ്, ഹൃദയം എവിടെയാണെന്നൊക്കെ പല ചർച്ചകളും കാണാം. അതെന്തോ അവിടെ ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സയൻസ് പരമായ കാര്യങ്ങളല്ല. ഹൃദയവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മളോട് കുറേ കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതായത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, എല്ലാ കുട്ടികളും എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ പറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. അവൻ്റെ ഹൃദയത്തിൽ ഒരു തരത്തിലുള്ള കറകളോ കളങ്കമോ കളവോ ഒന്നുമില്ല. പിന്നീട് പതിയെ 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 അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ സാഹചര്യം അവനെ പല രൂപത്തിലേക്കും തിരിച്ചുവിടുന്നു. ഹദീസിൽ പറയുന്നത് അവനെ ക്രിസ്ത്യാനിയാക്കുന്നതും അവനെ മജൂസിയാക്കുന്നതും അവനെ മുസ്ലിമാക്കുന്നതും അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്ക് അവനെ മാറ്റുന്നത് അവൻ്റെ മാതാപിതാക്കളോ സാഹചര്യങ്ങളോ ആയിരിക്കാം. നമ്മളൊക്കെ അങ്ങനെ പറന്നു വീണ നമ്മുടെ ചെറുപ്പം അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തെക്കുറിച്ച് വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ, അങ്ങനെ ആരും ഇല്ല ലോകത്ത്. സത്യത്തിൽ പ്രവാചകന്മാരുടെ കാറ്റഗറിയിലെ അതിനൊക്കെ ഉണ്ടാവുള്ളൂ. അവന്റെ ഹൃദയം പരിശുദ്ധമായിരിക്കും, തൂവെള്ള വസ്ത്രം പോലെ. ഒരു വെളുത്ത വസ്ത്രം അയണൊക്കെ ചെയ്ത് അത് നമ്മൾ കൊടുത്താൽ, ഷർട്ടാവട്ടെ തുണിയാവട്ടെ, അതിന് പ്രത്യേകിച്ച് കറകളില്ല, പൊടിയില്ല. ആ ഡ്രസ്സ് കൊടുത്ത് നമ്മളത് പുറത്തേക്ക് ഇറങ്ങിയാൽ റോഡിൽ വാഹനങ്ങളുടെ റോഡ് നിർമ്മാണത്തിൻ്റെ അതല്ലാത്ത പുകയും ചളിയും പൊടിപടലങ്ങളൊക്കെ ആ വസ്ത്രത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ യഥാർത്ഥ ആ വസ്ത്രത്തിൻ്റെ തൂവെള്ള തനിമ ഇങ്ങനെ മങ്ങാൻ തുടങ്ങും. പൊടിയും ചളിവെള്ളവും റോഡിൽ പണി നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടാറോ കീലോ അങ്ങനെ എന്തും അതിൽ പറ്റിപ്പിടിക്കാം. ചിലപ്പോൾ പക്ഷികൾ അതിലേക്ക് കാഷ്ടിക്കാം. ഇതുപോലെയാണ് സത്യത്തിൽ നമ്മുടെ ഹൃദയം. നമ്മൾ പലതിലേക്കും നോക്കുന്നു, കൈകൊണ്ട് പലതും ചെയ്യുന്നു, നാവുകൊണ്ട് പലതും സംസാരിക്കുന്നു, ചെവി കൊണ്ട് പലതും കേൾക്കുന്നു, മനസ്സുകൊണ്ട് പലതും ചിന്തിക്കുന്നു. ഈ നോട്ടവും കേൾവിയും തൊടലും നടക്കലും ചിന്തയിലും ഇതിലൊക്കെ പലതും പലതും തെറ്റുകളാണ്, തിന്മകളാണ്. അപ്പൊ ശുദ്ധമായ നമ്മുടെ ഹൃദയം പതിയെ പതിയെ ഇങ്ങനെ കറുക്കാൻ തുടങ്ങും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മ സംഭവിക്കുമ്പോൾ അത് ക്രോഡീകരിക്കുന്നത് അതല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് അവന്റെ ഹൃദയത്തിലാണ്. വേറെ എവിടെയില്ല. കൈ തെറ്റ് ചെയ്താലും കണ്ണുകൾ തെറ്റ് ചെയ്താലും
ചെവി തെറ്റ് ചെയ്താലും കാല് തെറ്റ് ചെയ്താലും മനസ്സ് തെറ്റ് ചെയ്താലും ആ തെറ്റുകളുടെ ഒക്കെ ഒരു റെക്കോർഡ് നമ്മുടെ ഹൃദയത്തിൽ ആണ്. ഇത് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, ഇത് പ്രത്യേകിച്ച് എവിടെയും പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കറുത്ത് 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 ഒരു കരിങ്കട്ട പോലെയാവും. ഇതിനെക്കുറിച്ച് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം: അലാ മനുഷ്യരെ നിങ്ങൾ അറിയുക, അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസം ഉണ്ട്. ഇദാ സ്വലുഹത്, ആ മാംസം നന്നായാൽ, സ്വലുഹൽ ജസദു കുല്ലുഹു, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി, നിങ്ങൾ നല്ല ഒരു മനുഷ്യനായിരിക്കും, ഗുഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. ആ മാംസം മോശമാണെങ്കിൽ, ചീത്തയായാൽ, നിങ്ങളുടെ ബോഡി മൊത്തം ചീത്തയാവും. അല്ല, അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് നിങ്ങളുടെ ഹർട്ട്, അതാണ് നിങ്ങളുടെ ഹൃദയം. അതെന്താണ് ഈ ഹദീസിൽ പറഞ്ഞത്? നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകളും നമ്മുടെ കൽബിൽ, നമ്മുടെ ഹൃദയത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഒരുപാട് തിന്മകൾ വരുമ്പോ, ഒരുപാട് തിന്മകൾ ഇങ്ങനെ സംഭവിച്ച് ചെറിയ കുത്തുകളും താറുകളും കീലുകളും പോലെ നമ്മുടെ ഹൃദയം ഇങ്ങനെ കറുത്ത് കറുത്ത് വല്ലാത്ത ഒരു അവസ്ഥയാവും. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മോശപ്പെട്ട മനുഷ്യനാണ്. അതിന് അങ്ങനെ ഒരുപാട് തിന്മകൾ സംഭവിച്ച ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും തിന്മകളെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ പിന്നെ തെറ്റുകൾ ചെയ്യാൻ ഒരു മടിയും ഇല്ലാതെയിരിക്കും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ആയത്താണ് ആദ്യത്തിൽ ബോധിപ്പിച്ചത്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ കാണാം. അതായത് ബനൂ ഇസ്രാഈൽ, അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി. ഫിർഔനിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. മഞ്ഞ, സൽവ ഒക്കെ അവർക്ക് നൽകി. ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. എന്നിട്ടും അല്ലാഹുവിനെ ഓർക്കാതെ അല്ലാഹു പറഞ്ഞ പല കാര്യങ്ങളും ധിക്കരിച്ച് എതിര് പ്രവർത്തിച്ചപ്പോ അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതാണ്. പിന്നെയും നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. ഇത് ഖുർആനിൽ പറയുന്നത് ബനൂ ഇസ്രാഈലിനെ കുറിച്ചാണെങ്കിലും നമ്മളും ഖുർആൻ ഓതുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ തട്ടിച്ചു നോക്കണം. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അതിനൊക്കെ മറന്ന് എതിർത്ത് അഹങ്കാരികളും ധിക്കാരികളുമായി നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. ഒരു കരിങ്കല്ലിനേക്കാൾ കടുപ്പമാണ്. കല്ലിന്റെ ക്വാളിറ്റി എന്താണ്? ചില കല്ലുകൾ ആ കല്ലിൽ നിന്ന് പലപ്പോഴും ആ കല്ലുകൾ നദികൾ പൊട്ടിയൊഴുകാം, അല്ലേ? പല നദികളുടെയും ഉത്ഭവം എവിടെയാണ്? മലകളാണല്ലേ. മലകളിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇറങ്ങി ഇറങ്ങി അത് തോടും ചാലും തോടും പുഴയും കടലിലേക്ക് പോകുന്നത്. ചില കല്ലുകൾ, ചില പാറകൾ പൊട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും. ചില പാറകൾ അല്ലാഹുവിനെ ഭയന്ന്
രണ്ട് കഷ്ണമായി വളരും. ഒരു കല്ലിന്റെ 3 ക്വാളിറ്റിയാണ് അവിടെ പറയുന്നത്. കല്ലിൽ നിന്ന്, പാറകളിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നു. പാറക്കുള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരുന്നു. പാറകൾ പിളർന്നു പോകുന്നു. അല്ലാഹുവിനെ പേടിച്ചു. മനുഷ്യരെ, ഇതിനേക്കാൾ കടുത്തതാണ് നിങ്ങളുടെ മനസ്സ്. ഇത് ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതാണ്. അവർക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹുവിനെ മറന്നു. നമുക്കും അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബയിൽ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോ അവയവങ്ങൾക്കും വിലയിട്ടാൽ കോടികളുടെ വിലയിടേണ്ടി വരും. കോടീശ്വരന്മാരാണ്. നമ്മൾക്ക് കിട്ടിയ സമ്പത്ത്, നമ്മൾക്ക് കിട്ടിയ മക്കൾ, നമ്മൾക്ക് കിട്ടിയ അറിവ്, നമ്മൾക്ക് കിട്ടിയ വ്യത്യസ്ത രൂപത്തിലുള്ള എനർജികൾ, നടക്കാൻ, ഓടാൻ, നോക്കാൻ, കേൾക്കാൻ, പിടിക്കാൻ, മണക്കാൻ, ഇങ്ങനെ എണ്ണിയാൽ എത്രയാണ്? എല്ലാം അനുഗ്രഹങ്ങളാണ്. എന്നിട്ടും ഒരു പാറയേക്കാൾ, ഒരു കരിങ്കല്ലിനേക്കാൾ ചില സമയത്ത് നമ്മുടെ മനസ്സുകൾ, അതല്ലെങ്കിൽ ഹൃദയം കടുത്തു പോകുന്നു. അല്ലാഹു ഇതിനെ കുറിച്ചൊന്നും അശ്രദ്ധനല്ല. നിങ്ങളുടെ ഈ പ്രവൃത്തിയെ കുറിച്ച് അല്ലാഹു ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊന്നും അല്ലാഹു കാണാതിരിക്കുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ സത്യവിശ്വാസികളാണ്. നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യന്മാരാണ്. അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച ദിവസം കുറച്ച് സമയം ഈ പള്ളിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഇതേ സമൂഹത്തിൽ, ഇതേ സമുദായത്തിൽപ്പെട്ട നമ്മുടെ ഒക്കെ പേരുകളുള്ള പല ആളുകളും പള്ളികളിൽ പോലും വരാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ കുറെ കൂടി അറിവും ബോധവും സൂക്ഷ്മതയും ഒക്കെ ഉള്ള ആളുകളാണ്. എങ്കിലും കുറെ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതൊക്കെ സൂചിപ്പിച്ചത്. എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ, തിന്മകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം നന്മകളാണോ അതോ തിന്മകളാണോ കൂടുതൽ ചെയ്യുന്നത്? നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ തിന്മകളാണോ നന്മകളാണോ നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ചിലപ്പോൾ വലിയ സമാധാനമായിരിക്കും. ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ ഉംറക്കും ഹജ്ജിനൊക്കെ പോകാറുണ്ട്, നോമ്പ് നോക്കാറുണ്ട്. ഇതിലൊക്കെ വല്ലാത്ത റാഹത്തും സമാധാനവും അനുഭവിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നമ്മളുടെ കണ്ണുകളുടെ നോട്ടം, നമ്മുടെ മനസ്സാണ് വല്ലാതെ പ്രയാസപ്പെടുത്തുക. മനസ്സിനെ കുറിച്ച് മുമ്പത്തെ പല ഖുതുബകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഒരുപാട് രൂപത്തിൽ ചിന്തിക്കാൻ, നെഗറ്റീവായിട്ട് ഒക്കെ ചിന്തിക്കാനുള്ള ഒരു വല്ലാത്ത ഒരു കഴിവ് മനസ്സിനുണ്ട്. അതിനൊക്കെ അതിജീവിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക്, കൽബിലേക്ക് നോക്കാൻ നമ്മൾക്ക് കഴിയണം. അപ്പൊ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കറകൾ ഉണ്ടെങ്കിൽ ആ കറകളെ കൃത്യമായി ഓർത്തെടുത്ത് കണ്ടെത്തി മായ്ച്ചു കളയുവാനുള്ള സംവിധാനം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സംവിധാനത്തെ ശാസ്ത്രീയമായി ബോധപൂർവം നമ്മൾ പ്രയോഗിച്ചാൽ നമ്മുടെ ഹൃദയം എത്ര കടുത്തതാണെങ്കിലും അത് നമുക്ക് കഴുകാൻ കഴിയും.
കഴുകാറില്ലേ? നമ്മൾ കുളിക്കാറില്ലേ? നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തെയും നമ്മൾ കഴുകും അല്ലേ? പക്ഷെ ഉള്ളു കഴുകാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധമാക്കുക? നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടെങ്കിൽ, അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഡോക്ടറെ അടുത്ത് പോകും, പല ടെസ്റ്റും ചെയ്യും, എല്ലാം ക്ലിയർ ആക്കും. പക്ഷെ പാപം ചെയ്ത് കറുത്തുപോയ നമ്മുടെ ഖൽബിനെ എങ്ങനെയാണ് വാഷ് ചെയ്യാം, എങ്ങനെയാണ് ക്ലീൻ ചെയ്യാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, കൃത്യമായി ഉപയോഗപ്പെടുത്തുക, പരിശുദ്ധരായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല മനുഷ്യരായി ജീവിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെവരെയും സഹായിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഊസികും സാനിയം ബിത്തഖ്വല്ലാഹ്. സൂചിപ്പിച്ചു വന്നത്, നമ്മൾ ബോധപൂർവം അല്ലാതെ ഇവിടെ ജീവിക്കുമ്പോൾ, നമ്മൾ ബോധത്തോടു കൂടി അല്ലാതെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പലതും തിന്മകളായി നമ്മുടെ ഹൃദയത്തിൽ അത് റെക്കോർഡ് ചെയ്യുന്നു. ഇത് പലപ്പോഴും നമ്മൾ അറിയുന്ന പോലും ഇല്ല, ഇതാണ് സത്യം. കാരണം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ബോധത്തെ നമ്മുടെ മനസ്സ് അതിജയിച്ചിരിക്കുന്നു. ഉദാഹരണം എല്ലാ ഹുതുബയിലും പറയുന്ന ഉദാഹരണം എന്ന് പറയാം. നിസ്കാരത്തിൽ കൈകെട്ടി റുകൂഇലോ സുജൂദിലോ അത്തഹിയ്യാത്തിലോ ഇടയിരുത്തത്തിലോ ഒക്കെ നമ്മളാകുമ്പോൾ സത്യത്തിൽ നമ്മൾ അവിടെ ഇല്ല. നമ്മളവിടെ ഉണ്ട്, നമ്മുടെ ബോഡി ഉണ്ട്, പക്ഷെ നമ്മുടെ ബോധമില്ല. അപ്പൊ പിന്നെ നിസ്കാരം ശരിയാവുക? നിസ്കാരത്തിന്റെ കാര്യം ഇതാണെങ്കിൽ ബാക്കി എന്തെല്ലാം ഒരു ദിവസം നമ്മൾ ചെയ്യുന്നു? നമ്മൾ ഒരുപാട് സംസാരിക്കുന്നില്ലേ? മക്കളോട്, ഭാര്യയോട്, അങ്ങനെ ഒരുപാട് വ്യക്തികളോട് ഒരു ദിവസം സംസാരിക്കുന്നു. ഇതിൽ പലതും മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കുന്നതെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഹർട്ടിൽ തിന്മകളായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. എൻ്റെ സംസാരം നിങ്ങൾക്ക് പ്രയാസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് തിന്മകളിൽ ആണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ നിസ്കാരത്തിൽ പോലും കൃത്യമായി ശ്രദ്ധിക്കാൻ പറ്റാത്ത നമ്മൾ മറ്റു ജോലികളൊക്കെ ചെയ്യുമ്പോൾ അവിടെയും ഒരുപാട് അപാകതകൾ വരുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശിച്ച കുറച്ച് പ്രാർത്ഥനകളുണ്ട്. നമ്മളൊരു ഭാഗത്ത് സ്വസ്ഥമായിട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഇന്നലകളിൽ സംഭവിച്ച ഓരോ കാര്യത്തെയും ഓർക്കുക. ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, ചില ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ചില സാമ്പത്തികമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്ന ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റത്തെ നമ്മൾ ശരി ഓർത്തെടുക്കും. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിങ്ങൾ കൈവെക്കുക. ആരും കാണുന്നില്ല, നമ്മളും പടച്ചോളും മതി. എന്നിട്ട് നമ്മൾക്ക് അല്ലാഹുവോട് ചോദിക്കാം, ഹൃദയത്തിൽ കൈവച്ച് ആ തെറ്റിനെ കൃത്യമായി ഓർത്തെടുത്ത് ഒരു പശ്ചാത്താപ ബോധത്തോടെ നമ്മളെ പറഞ്ഞു, പടച്ചോനെ പുറത്തു തരുമോ? കഴിഞ്ഞു പോയത് ഞാൻ സീക്രട്ടായി
ചെയ്ത തെറ്റുകൾ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകൾ എല്ലാം നീ പുറത്തു കൊണ്ടാണ്. ഏതെങ്കിലും ഒരു തെറ്റിനെ ഓർത്തെടുത്ത് അതിൽ തന്നെ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഈ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടേ. അത്തഹിയ്യാത്തിൽ ആദ്യം അത്തഹിയ്യാത്ത് ചൊല്ലുന്നു അല്ലെ, പിന്നെ സ്വലാത്ത് ചൊല്ലുന്നു, മൂന്നാമതായി ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്പൊ പറഞ്ഞത് അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അഗ്ലൻതു വമാ അസ്റഫ്തു വമാ അസ്റഫ്തു വമാ അൻത അഗ്ലമു ബിഹി മിന്നി. ഇത് നിനക്കും മാത്രമേ അറിയുള്ളൂ, എനിക്കും നിനക്കും മാത്രമേ അറിയുള്ളൂ, ആരും കണ്ടിട്ടില്ല. നമ്മൾ അങ്ങനെയാണല്ലോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു മനുഷ്യന്റെ മനസ്സങ്ങനെയാണ്. ആരെങ്കിലും കണ്ടോ? ആരും കാണുന്നില്ലെങ്കിൽ ധൈര്യല്ലേ ചെയ്യും. നിനക്കും എനിക്കും മാത്രമേ അറിയുള്ളൂ. ഞാനിവിടെ വരുന്നതിന് മുമ്പേ നീയുണ്ട്, ഞാനിവിടുന്ന് പോയാലും നീയുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചോനെ നീ മാത്രാണ്. ഈ ഒരു പ്രാർത്ഥന മുൻനിർത്തി നാം ഓർത്തെടുത്ത ഏറ്റവും വലിയ തെറ്റിനെയും മുന്നിൽ വെച്ചത് ഒന്ന് പറഞ്ഞോക്കെ, അത് ആ നിമിഷം നമ്മുടെ കൽബിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യും. ആ നിമിഷം ആത്മാർത്ഥമായി ഒരൊറ്റ തവണ പറഞ്ഞാൽ മതി. നമ്മൾ ചെയ്ത വലിയ തെറ്റും ഈ പ്രാർത്ഥനയും കണക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് അള്ളാഹുവോട് ചോദിച്ചു നോക്കൂ. ഒരു ബോർഡിൽ ചോക്കിൽ എഴുതി, ഒരു ഡസ്റ്റ് എടുത്തിട്ട് ആ ബോർഡ് മായ്ച്ചു. അതല്ലെങ്കിൽ ഒരു കടലാസ് പെൻസിൽ കൊണ്ട് നമ്മളൊരു നോട്ട്ബുക്കിൽ എന്തോ എഴുതി, എന്തോ വരച്ചു. ഒരു റബ്ബർ കൊണ്ട് അത് മായ്ച്ചാൽ പിന്നെ അത് കാണുമോ? കാണില്ല. ബോർഡിൽ ആ എഴുത്തുണ്ടാവില്ല അല്ലേ? നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കുറച്ച് മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തു, അത് കാണുമോ? പല ഫോൾഡറുകളിലുണ്ടാവും. ഒരു 4 or 5 ഭാഗത്ത് നിന്ന് അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്താൽ അത് പിന്നെ മൊബൈലിൽ ഉണ്ടാവുമോ? ഇതുപോലത്തെ സംവിധാനമാണ് ഈ പ്രാർത്ഥന എന്ന ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ഓരോ പാപത്തെയും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. മറ്റൊരു പ്രാർത്ഥന നോക്കൂ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ. പടച്ചോനെ ഒരുപാട് ഞാൻ ചെയ്തു തെറ്റുകൾ, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നിനക്കല്ലാതെ ഇത് മായ്ക്കാൻ പൊറുക്കാൻ കഴിയില്ല. നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ പൊറുക്കാൻ, ആ തെറ്റിനെ മായ്ക്കാൻ പടച്ച തമ്പുരാന് മാത്രമേ കഴിയുള്ളൂ. പറയാൻ കഴിയുള്ളൂ? ഇല്ല. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ. അതുകൊണ്ട് നീ എനിക്ക് ഡിലീറ്റ് ചെയ്ത് തരണം. എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഈ കറയെ നീ മായ്ച്ചു കളയണം. മഗ്ഫിറത്തൻ, എനിക്ക് നീ മഗ്ഫിറത്ത് തരണം, പാപമോചനം തരണം. ഫഗ്ഫിർ ലീ മഗ്ഫിറത്തൻ മിൻ ഇൻദിക, നിന്റെ ഭാഗത്ത് നിന്ന്. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നവനാണ്. അല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, മോശമായ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ, മായ്ച്ചു കളയാൻ നിനക്കേ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവോട് റിക്വസ്റ്റ് കൊടുക്കണം. പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ ശരീരത്തിൻ്റെ, മനസ്സിലുള്ള, എൻ്റെ ഹൃദയത്തിലുള്ള ഈ കറകളെ ഒന്ന് മായ്ച്ചു തരുമോ? ഇതാണ് ആ പ്രാർത്ഥനയുടെ തുടക്കം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ, അള്ളാഹു എനിക്ക് മായ്ച്ചു തരുമോ, അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് ആ പ്രാർത്ഥനയുടെ സ്റ്റാർട്ടിങ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കറകളെ, പൊടികളെ ഒക്കെ മായ്ച്ചു കളയേണ്ടത്. അതല്ലാതെ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടേക്കാം,
പക്ഷെ ബോധപൂർവം പള്ളിയിലോ എവിടെയെങ്കിലൊക്കെ ഒഴിഞ്ഞിരുന്ന് ഒരൽപ്പം സമയമെടുത്ത് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ എന്ന് മനസ്സിലാക്കി ഈ രൂപത്തിൽ ഇതിനെ ഇല്ലാതെയാക്കുമ്പോൾ പിന്നീട് അത്ഭുതങ്ങളാണ് സംഭവിക്കുക. ഒരുപാട് തുറവികൾ, ഒരുപാട് വിജയം അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ വരും. സന്തോഷം വരും, പുരോഗതി വരും, സമ്പത്ത് വരും, അള്ളാഹു മക്കളെ തരും, മഴ തരും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അദ്ദേഹത്തിന് ആളുകളോട് പറഞ്ഞു, അള്ളാഹുവിനോട് പാപമോചനം തേടും, പിന്നെ എല്ലാം പുറക്കും, മഴ പെയ്യും, ഇഷ്ടം പോലെ മഴ വർഷിക്കും, മക്കളെ തരും, സമ്പത്ത് തരും, സന്തോഷം തരും. എല്ലാം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ, പാളിച്ചകൾ, കുറ്റങ്ങൾ, തെറ്റുകൾ, അബദ്ധങ്ങളൊക്കെ വന്നവരാണ് ഞാനടക്കം എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും. അപ്പോൾ ഓരോ മനുഷ്യരും നമ്മളൊക്കെ ഇത് വ്യക്തിപരമായിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയും ഇത് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പൂർണ്ണമായും നമുക്ക് പുറത്തു പെരുമാറാവട്ടെ. ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പുരോഗതിയും അഭിവൃദ്ധിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. വളർന്നു വരുന്ന മക്കൾ പക്വതയുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള, കൃത്യമായി നമസ്കരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാക്കി വളർത്തിയെടുക്കുവാനുള്ള കരുത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ശാന്തി, സമാധാനം, സ്വസ്ഥത, നിർഭയത്വം എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا